ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ പുതിയ വീടിൻ്റെ കീ വാങ്ങിക്കാൻ പോവാണ്. ഞങ്ങൾ വേറെ ഒരു വീട്ടിലോട്ട് റെന്റിന് മാറുകയാണ്, ഒരു 2 bedroom യൂണിറ്റ്. അപ്പോൾ രാവിലെ 9:30 ഒരു അപ്പോയിൻമെന്റ് തന്നെ. തുടക്കത്തിൽ ഘോരഘോരം പ്രസംഗിച്ച് ഞാൻ നേരെ കീ വാങ്ങിക്കാനാണ് പോയത്. അവിടുന്ന് കീ ഒക്കെ കിട്ടി, കൂടെ കുറച്ച് പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വീടെടുക്കുന്നത് രാത്രിയിലാണ്. രാത്രി ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ കുറച്ച് ഡ്രസ്സൊക്കെ മാറ്റി, സൂട്ട് കേസിലുണ്ടായിരുന്നതും ബാക്കി സൂട്ട് കേസിലൊക്കെ ആക്കിയിട്ട് പുതിയ വീട്ടിലോട്ടെത്തി. ഘോരഘോരം പ്രസംഗിച്ച് ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. വലിയൊരു വ്ളോഗാക്കാനിരുന്ന് ഞാനിതിപ്പോൾ ഷോർട്സിൽ ഒതുക്കാൻ പോവുകയാണ്. ഞങ്ങൾ ആദ്യം വീട്ടിൽ കയറിയിട്ട് നേരെ തപ്പിയത് മെയിൻ സ്വിച്ചാണ്. മെയിൻ സ്വിച്ച് കണ്ടുപിടിച്ച് കിട്ടിയ സ്വിച്ച് എല്ലാം ഓണാക്കി മേക്ക് ഷുവർ എവറിത്തിങ് ഇറ്റ്സ് വർക്കിംഗ്. ഞങ്ങളെല്ലാം കണക്ഷൻ എടുത്തായിരുന്നു 2 ദിവസം മുന്നേ, മാറുന്നതിന് മുന്നേ. അപ്പം കയറി ചെന്നപ്പോൾ വീടിൻ്റെ അവസ്ഥ ശൂന്യമായിരുന്നു. പിന്നെ ഞങ്ങൾ സാധനങ്ങളിട്ട് നിറയ്ക്കുകയാണ് ചെയ്തത്. രാത്രി തിരിച്ച് വീട്ടിൽ വന്നിട്ട് എല്ലാം അഴിച്ചുപണിയിലായിരുന്നു പരിപാടി. പഴയ കവർക്ക് ഓപ്പൺ ചെയ്യുക, കുറേ ഗിഫ്റ്റൊക്കെ കാണുക, സമയം കളയുക, അങ്ങനെയൊക്കെ ആയിരുന്നു പരിപാടി. നേരം സമയം കളഞ്ഞ് ക്ഷീണിച്ചപ്പോഴത്തേനും ഉറങ്ങി. രാവിലെ എഴുന്നേറ്റു. 10 o'clock ആയപ്പോഴത്തേനും നമുക്ക് വാൻ ഹയർ ചെയ്യണമായിരുന്നു. അതിന് പോയി ഫർണിച്ചേഴ്സ് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഷിഫ്റ്റ് ചെയ്തപ്പോൾ വീടിൻ്റെ കോലം നല്ല വൃത്തികേടായിരുന്നു. ഷിഫ്റ്റിങ്ങിൽ കൂടെ പോകുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു കാര്യവുമാണ്. എന്നിട്ട് കുറേയും കൂടെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അടുക്കള എംപ്റ്റി ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പ്രാർത്ഥന ടേബിളൊക്കെ എംപ്റ്റി ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ എംപ്റ്റി ചെയ്ത് തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് അത്യാവശ്യം പുതിയ വീട്ടിലോട്ട് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ പോയി. പിന്നെ ഇടയ്ക്ക് പഴയ ഉണ്ടായിരുന്ന ഫുഡൊക്കെ വെച്ച് ലഞ്ചും കഴിച്ച് ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് ചെന്നു. പുതിയ വീട്ടിൽ എല്ലാം കഴിഞ്ഞെത്തിയപ്പോഴത്തേനും 9:30 ആയി. എല്ലാം ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു. മോസ്റ്റ്ലി എല്ലാം വളരെ കുറച്ച് സാധനങ്ങളെ പിന്നെ പൊൻകുക്കിൽ ലീവ് ചെയ്തിട്ടുള്ളായിരുന്നു. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യമേ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത് അടുക്കളയാണ്. കാരണം നമുക്ക് ഫുഡാണല്ലോ മെയിൻ. ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പുതിയ വീടിൻ്റെ അവസ്ഥ ഇതാണ്. അന്ന് രാത്രി പെട്ടെന്ന് കിടക്കാൻ വേണ്ടി ബെഡ് മാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഉറങ്ങാമല്ലോ അറ്റ്ലീസ്റ്റ്. ഫ്രണ്ട് ഹാളിൻ്റെ അവസ്ഥ ഇതുമായിരുന്നു. ഞങ്ങൾക്ക് ഇത് സാറ്റർഡേ ആണ് സംഭവിച്ചത്. മൺഡേ ഞങ്ങൾക്ക് ജോലിക്കും പോകണമായിരുന്നു. എന്താണേലും ഞങ്ങൾ സൺഡേ കൊണ്ട് എല്ലാം അടുക്കി വെച്ച്, ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം അടുക്കി വെച്ച് അവിടെ നടക്കാൻ സ്ഥലം ഉണ്ടാക്കി. അപ്പോൾ അത്രേ ഉള്ളായിരുന്നു ഹൗസ് ഷിഫ്റ്റിംഗ് വ്ളോഗ്. ഇനി കുറച്ച് അപ്ഡേറ്റ്സ് കൂടെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.